റമദാൻ പഠനങ്ങൾ. അസ്സലാമു അലൈക്കും. നന്മയുടെ പൂക്കാലമായ റമദാനിൽ ഖുർആൻ പഠനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന വിഷയമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഖുർആനിൽ വിവിധ ശിക്ഷാരീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ റമദാനുമായി ബന്ധപ്പെട്ട ഒരു ശിക്ഷാവിധിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നോമ്പിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയാണ്. റമദാൻ മാസത്തിൽ ഫജ്ർ ബാങ്ക് മുതൽ മഗ്രിബ് ബാങ്ക് വരെയുള്ള സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ലൈംഗിക ചുവയുള്ള സംസാരങ്ങളിലൂടെ സ്ഖലനം സംഭവിക്കുകയോ ചെയ്താൽ നോമ്പ് മുറിയുന്നതാണ്. അഥവാ മദിയ് മനിയ് രണ്ട് രൂപങ്ങളുണ്ട്. അത് ഫിഖ്ഹിയായ ചർച്ചയാണ് മദിയ് മനിയ്. അത് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ആ ഭാഗം അല്പം നനഞ്ഞാൽ മതി. അത് നിങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്, അതുപോലെ കേൾവി നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്, നാവ് നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്, ശരീരം നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ആ തുമ്പ് ഒരല്പം നനഞ്ഞാൽ പോലും മദിയ് എന്ന് ആദ്യം വരുന്നത് മദിയാണ്, പിന്നെയാണ് മനിയു എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ മദിയു വന്നാലും മനിയു വന്നാലും നോമ്പ് മുറിയും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഖുർആൻ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തം 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. നോമ്പനുഷ്ഠിക്കാൻ ശാരീരികമായി ബുദ്ധിമുട്ട് ഉള്ളവർക്ക് മറ്റ് ഇളവുകൾ നൽകിയിട്ടുണ്ട്. ആർക്കാണത്? വയസ്സന്മാർക്ക്, അതുപോലെ ശാരീരിക പ്രയാസമുള്ളവർക്ക്. പക്ഷേ ഇങ്ങനെ വികാരങ്ങളുള്ള ജീവികൾക്ക് അല്ല. അഥവാ ഇങ്ങനെ നോമ്പ് കാലഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? പ്രായശ്ചിത്തത്തിൽ നിന്ന് ഇളവ് ലഭിക്കുക സാധ്യമല്ല. നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. നോമ്പനുഷ്ഠിക്കാൻ ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റുള്ള ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ കഴിവുള്ളവർ ഈ പ്രായശ്ചിത്തം നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹിതരായവർ റമദാനിൽ മുമ്പ് പരമാവധി തങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുക എന്നതാണ്. നോമ്പിന് മുമ്പ് തന്നെ നല്ലോണം കളിച്ച് ഒക്കെ മതിയാകുന്ന അത്ര കളിക്കുക. പിന്നീട് നോമ്പ് വരുമ്പോൾ ആ കളിയൊക്കെ നിർത്തിവെക്കണം. അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വിവാഹം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നോമ്പ് അടുക്കുന്നതിന് മുമ്പ് ഒരു 4 മാസം മുമ്പൊക്കെ ആവണം കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴേ ഉള്ളൂ മധുവൂറും കിസ്സകളും തേനൂറും കളികളുമൊക്കെ ഈ 4 മാസത്തിനിടയിൽ ചെയ്യാവുന്നതാണല്ലോ. അങ്ങനെ ആവുമ്പോൾ തങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇത് റമദാനിലെ ആത്മനിയന്ത്രണത്തിന് സഹായകമാകും. അങ്ങനെ വിവാഹം കഴിക്കുന്നത്. ആത്മനിയന്ത്രണം വിജയത്തിൻ്റെ താക്കോലാണ്. സെൽഫ് കൺട്രോൾ ഈസ് ദി കീ ടു സക്സസ് എന്നാണ് പറയാറുള്ളത്. നോമ്പ് നമ്മെ ആത്മനിയന്ത്രണം ശീലിപ്പിക്കുന്നു. ക്ഷമ ഒരു പുണ്യമാണെന്ന്. പേഷ്യൻസ് ഈസ് എ വിർച്യു എന്നതുപോലെ ക്ഷമയോടെ കാത്തിരിക്കാം. നോമ്പ് കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കുക, ക്ഷമയോടെ കാത്തിരിക്കാം. ഫജ്റിന് ശേഷം മഗ്രിബ് വരെയെങ്കിലും. വിഷയം കൂടുതൽ പറഞ്ഞാൽ സമയം അങ്ങ് അച്ചടക്കം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു. ഡിസിപ്ലൈൻ ലീഡ്സ് ടു ഫ്രീഡം എന്നതുപോലെ അച്ചടക്കത്തോടെ നോമ്പ് അനുഷ്ഠിക്കുക. രണ്ടാമതൊരു അവസരം എല്ലാറ്റിനെയും മാറ്റിമറിക്കും. എ സെക്കൻഡ് ചാൻസ് ക്യാൻ ചേഞ്ച് എവരിതിങ് എന്നതുപോലെ പ്രായശ്ചിത്തം തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ്. വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. വേർഡുകൾ, പ്രവർത്തനങ്ങൾ, ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ് എന്നതുപോലെ നല്ല മാതൃക കാണിക്കുക. ഖുർആനിൽ സമാനമായ രീതിയിൽ പ്രായശ്ചിത്തം നൽകേണ്ട മറ്റ് 2 സന്ദർഭങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഒരു സത്യവിശ്വാസിയെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയാൽ 2 മാസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക എന്നതാണ് ശിക്ഷ.
രണ്ടാമത്തേത് വിഹാർ എന്ന് പറയും. അതായത് ഭാര്യയെ മാതാവിനോട് ഉപമിച്ചാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടി വരും. മാതാവിനോട് ഭാര്യയോട് പറയാം, നീ എൻ്റെ ഭാര്യയെ പോലെയാണ് എനിക്ക്, അല്ല എൻ്റെ ഉമ്മയെ പോലെയാണ് നീ എനിക്ക് എന്ന് പറയാം. ഈ വിഷയങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം നിയന്ത്രണത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും പ്രാധാന്യമാണ്. ഈ റമദാനിൽ നാം ഓരോരുത്തരും നമ്മുടെ പ്രവർത്തികളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാകണം. ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെ ജീവിക്കാനും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.